നിക്ഷേപത്തിൽ കുതിച്ച UAE രാജ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളുടെ ആസ്തി വർദ്ധിച്ചതായി റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ നിക്ഷേപക രാജ്യമെന്ന പദവി UAEക്ക് സ്വന്തം. സർക്കാർ ഉടമസ്ഥതയിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളുടെ ആകെ ആസ്തി 10.75 ട്രില്യൺ ദിർഹമായി ഉയർന്നതോടെയാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. ആഗോളതലത്തിൽ 13.2 ട്രില്യൺ ഡോളർ ആസ്തിയുമായി US ആണ് ഒന്നാമത്. 8.22 ട്രില്യൺ ഡോളർ ആസ്തിയോടെ ചൈന രണ്ടാം സ്ഥാനത്തും 3.84 ട്രില്യൺ ഡോളർ ആസ്തിയോടെ ജപ്പാൻ മൂന്നാം സ്ഥാനത്തുമെത്തി. നോർവേയാണ് അഞ്ചാം സ്ഥാനത്ത്. സോവറിൻ വെൽത്ത് ഫണ്ട് വാർഷിക റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായ്, എമിറേറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ദുബായ് ഇൻവെസ്റ്റ്മെന്റ്സ് ഫണ്ട്, ദുബായ് ഹോൾഡിംഗ്സ് എന്നിവയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന സ്ഥാപനങ്ങൾ. 2024 ഒക്ടോബറിൽ ഗ്ലോബൽ SWF നടത്തിയ റാങ്കിങ്ങിൽ ഓസ്ലോയെ മറികടന്ന് അബുദാബി ലോകത്തിലെ സമ്പന്നമായ നഗരമായി മാറിയിരുന്നു. അബുദാബി ആസ്ഥാനമായുള്ള വിവിധ ഫണ്ടുകൾ ചേർന്ന് 1.7 ട്രില്യൺ ആസ്തിയാണ് അബുദാബിക്ക് നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ സിവിൽ നിയമങ്ങളിൽ വൻ പരിഷ്കാരം നിലവിൽ വന്നു. പ്രായപൂർത്തിയാകുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാക്കി. UAEയിൽ ചന്ദ്രവർഷം കണക്കാക്കി 21 വയസ്സായിരുന്നു പ്രായപൂർത്തിയാകാനുള്ള പ്രായപരിധി. എന്നാൽ ഇനി മുതൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 18 വയസ്സായിരിക്കും പ്രായപരിധി. രാജ്യത്തെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും രാജ്യാന്തര നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി ഗതാഗത തൊഴിൽ നിയമങ്ങളിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനുമാണ് ഈ നീക്കം. ഇതോടെ 18 വയസ്സ് കഴിയുന്നവർക്ക് നിയമപരമായി പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറാം. സാമ്പത്തിക രംഗത്തും യുവാക്കൾക്ക് വലിയ ഇളവുകളാണ് പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്നത്. ബിസിനസ് കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുന്നതിനായി കോടതിയുടെ അനുമതി തേടാനുള്ള പ്രായം 15 വയസ്സായി കുറച്ചു. സംരംഭകത്വ മേഖലയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ ഇത് സഹായകരമാകും. നീതി നിർവഹണ രംഗത്തും കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് പുതിയ പരിഷ്കാരം. മരണമോ പരിക്കോ സംഭവിക്കുന്ന കേസുകളിൽ ബ്ലഡ് മണിക്ക് പുറമെ അധിക നഷ്ടപരിഹാരം അനുവദിക്കാനും പുതിയ നിയമം അനുവദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണിയിൽ വിനിമയം ചെയ്യുന്ന ബാങ്ക് നോട്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. സുരക്ഷാ ഫീച്ചറുകൾ കൃത്യമായി പരിശോധിക്കണമെന്നും നിർദ്ദേശം. വിപണിയിൽ വിനിമയം ചെയ്യുന്ന ബാങ്ക് നോട്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ പൊതുജനങ്ങൾക്ക് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പ്രത്യേക നിർദ്ദേശം നൽകി. നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവയുടെ സുരക്ഷാ ഫീച്ചറുകൾ കൃത്യമായി പരിശോധിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ബാങ്ക് നോട്ട് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കുമ്പോൾ വാട്ടർമാർക്കായി നൽകിയിരിക്കുന്ന ഫാൽക്കൺ പക്ഷിയുടെ തല വ്യക്തമായി കാണാൻ സാധിക്കുമെന്നതാണ് നോട്ടുകൾ പരിശോധിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്ന്. കൂടാതെ നോട്ട് പതുക്കെ ചരിക്കുമ്പോൾ അതിലെ സുരക്ഷാ ചിഹ്നങ്ങളുടെ നിറത്തിലും രൂപത്തിലും തരംഗരൂപത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിക്കണം. നോട്ടിലെ സെക്യൂരിറ്റി ത്രെഡ് നൂലിൽ പ്രകാശം തട്ടുമ്പോൾ നിറം മാറുന്നതും അതിനുള്ളിലെ രഹസ്യ എഴുത്തുകൾ തെളിയുന്നതും കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കും. കാഴ്ച പരിമിതിയുള്ളവർക്ക് നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രത്യേക പ്രിന്റിംഗ് രീതിയും നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.